ഹായ് ഫ്രണ്ട്സ്, സാബ് എഡ്യൂക്കേഷൻ്റെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സിനെ കുറിച്ചാണ്. എന്തായാലും +1 നാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലോ. എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ട്? മോഷനെ കുറിച്ച് പഠിച്ചു, മെക്കാനിക്സിനെ കുറിച്ച് പഠിച്ചു, ഫ്ലൂയിഡ്സിനെ കുറിച്ച് പഠിച്ചു, ഓസിലേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ +1 പഠിച്ചു. അത് കുറേ പഠിക്കാത്തവരുണ്ട്, എല്ലാവരും പഠിച്ചു എന്ന് പറയുന്നില്ല. പക്ഷെ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എന്തായാലും +1 കുറച്ച് പുതിയ ടോപ്പിക്സാണ് നാം ഡിസ്കസ് ചെയ്യുന്നത്. +1 ഫിസിക്സിൽ മെയിനായി നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന ടോപ്പിക്കാണ് ഒരു പകുതി ചാപ്റ്ററോളം, അതായത് ഒരു 7-8 ചാപ്റ്ററോളം ഫിസിക്സിൽ പഠിക്കുന്നത്, +2 ഫിസിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇലക്ട്രോ സ്റ്റാറ്റിക് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, മറ്റൊന്ന് ഇലക്ട്രോ ഡൈനാമിക്സ് അല്ലെങ്കിൽ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയാം. ഈ ഇലക്ട്രോ സ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫോഴ്സ്, ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, കപ്പാസിറ്റൻസ് എന്ന ടോപ്പിക്സൊക്കെയാണ് വരുന്നത് കൂടുതലായും. ഇനി ഇലക്ട്രോ ഡൈനാമിക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ഇലക്ട്രിക് കറൻറ്റ്, മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ EMI, ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് അല്ലെങ്കിൽ AC കറൻറ്റ് എന്ന ടോപ്പിക്സാണ് ഇലക്ട്രോ ഡൈനാമിക്സ് വരുന്നത്. ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കറക്റ്റ് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞെന്ന് മാത്രം. ഈ ടോപ്പിക്സ് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്കൊരു +2 ഫിസിക്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. എന്തായാലും +2 ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 നമുക്ക് കിടക്കാം, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇന്നത്തെ ഈ സെക്ഷൻ, അതായത് പാർട്ട് 1 നാം മെയിനായി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്തെന്ന് വെച്ചാൽ ആറ്റംസ്, കൺസെപ്റ്റ് ഓഫ് ചാർജ് ആൻഡ് മെത്തേഡ് ഓഫ് ചാർജിങ്. ഈ മെത്തേഡ് ഓഫ് ചാർജിങ്ങിൽ 3 ടോപ്പിക് വരുന്നുണ്ട്: കണ്ടക്ഷൻ, ഇൻഡക്ഷൻ ആൻഡ് ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് കിടക്കാം. ഫസ്റ്റ് ടോപ്പിക്കാണ് ആറ്റം. ആൻ ആറ്റം ഈസ് എ പീസ് ഓഫ് മാറ്റർ. ഒരു വസ്തുവിലെ ഏറ്റവും ചെറിയ ഒരു പാർട്ടിക്കിളിനെ ആണ് നാം ആറ്റം എന്ന് പറയുക. ഈ ആറ്റത്തിൽ തന്നെ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, ചാർജ് ഒന്നും ഇല്ലാത്ത പാർട്ടിക്കിൾസുമുണ്ട്. ഈ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ നാം പ്രോട്ടോൺസ് എന്ന് വിളിക്കും, നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ ഇലക്ട്രോൺസ് എന്ന് വിളിക്കാം. ചാർജ് ഒന്നും ഇല്ലാത്ത പാർട്ടിക്കിൾസിനെ നാം ന്യൂട്രോൺസ് അല്ലെങ്കിൽ ന്യൂട്രൽ ചാർജ് എന്നൊക്കെ പറയും, ന്യൂട്രോൺസ് എന്ന് വിളിക്കാം. ഇനി വേറൊരു വേർഡ് കൂടി കാണുന്നുണ്ടല്ലേ, ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒരുമിച്ച് കൂടിയതിനെയാണ് നാം ന്യൂക്ലിയസ് എന്ന് വിളിക്കുക. കൺസെപ്റ്റ് ഓഫ് ചാർജ്. എന്താണ് ചാർജ്? ഇലക്ട്രിക് ചാർജ് ഈസ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഏതൊരു വസ്തു എടുത്ത് നോക്കുകയാണെങ്കിലും അതിൽ ചാർജ് ഉണ്ട്. ഇനി ഒരു വസ്തുവിനെ നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അതിലൊരു ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഒരു ഫോഴ്സ് അതിൽ നിന്ന് ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് ഈ ചാർജ് കാരണമാണ്. അതുകൊണ്ട് തന്നെ ചാർജിനെ നമുക്ക് 2ആയി തരംതിരിക്കാം. പോസിറ്റീവ് ചാർജുണ്ട്, നെഗറ്റീവ് ചാർജുണ്ട്. സെയിം ചാർജസ് തമ്മിൽ റിപ്പൽ ചെയ്യുകയും ഡിഫറെൻറ്റ് ചാർജസ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതും നമുക്കറിയുന്നതാണ്. ഞാനിവിടെ 2 ഫോഴ്സ് എടുത്തു, F1 എടുത്തു, F2 എടുത്തു. ഈ F1ൻ്റെ ചാർജ് പോസിറ്റീവും F2 എന്ന ഫോഴ്സിൻ്റെ ചാർജ് നെഗറ്റീവുമാണ്. അതായത് ഈ 2 ഫോഴ്സും ഡിഫറെൻറ്റ് ചാർജാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഫോഴ്സുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നതായി നമുക്ക് ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി വേറെ 2 ഫോഴ്സ് എടുക്കുകയാണ്, F3, F4. ഇവിടെ F3ൻ്റെയും F4ൻ്റെയും ചാർജ് സെയിം ചാർജാണ്, അതായത് പോസിറ്റീവ് ചാർജാണ് രണ്ടിനും. അതുകൊണ്ട് തന്നെ ഇത് സെയിം ചാർജ് ആയത് കാരണം ഇത് തമ്മിൽ റിപ്പൽ ചെയ്യുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് അടുത്ത ഫോഴ്സിൻ്റെ അവസ്ഥയും. F5, F6 പറഞ്ഞ 2 ഫോഴ്സ് എടുത്തിട്ടുണ്ട്, രണ്ടും നെഗറ്റീവ് ചാർജഡാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ഫോഴ്സുകൾ തമ്മിൽ റിപ്പൽ ചെയ്യുന്നതായി കാണാം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സെയിം ചാർജസ് തമ്മിൽ റിപ്പൽ ചെയ്യുകയും ഡിഫറെൻറ്റ് ചാർജസ് തമ്മിൽ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ചാർജിനൊരു വാല്യൂ ഉണ്ട്, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതെങ്ങനെ കിട്ടിയെന്ന് നമ്മളിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി എല്ലാവരും.
പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻⁹. അതേമാതിരി ഇലക്ട്രോണിനും സെയിം തന്നെയാണ് 1.6 ഇൻറ്റു 10⁻⁻⁹. ഇനി ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളമ്പാണ്. അത് സി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി നമുക്ക് ചാർജിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ചാർജ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ചാർജ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് ചാർജിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഡയറക്ഷൻ ഉണ്ടാവുകയില്ല. ഓക്കെ. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് കൺസർവേഷൻ ഓഫ് ചാർജ്. അതായത് ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. ചാർജ് നമുക്ക് പുതുതായി ഒന്നും ഉണ്ടാക്കാൻ പറ്റുകയില്ല, അതേപോലെ തന്നെ ചാർജിനെ നശിപ്പിക്കാനും പറ്റുകയില്ല. പക്ഷേ ദർ ഈസ് ഓൺലി ട്രാൻസ്ഫർ ഓഫ് ചാർജ്. അതായത് ചാർജ് നമുക്കൊരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത പോയിൻ്റ് എന്താ പറയുന്നത് നോക്കാം. ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ടോട്ടൽ ചാർജ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റം അത് അതിൻ്റെ സറൗണ്ടിങ്സുമായിട്ട് ഒരു ബന്ധമുണ്ടാകത്തില്ല. അതേപോലെ തന്നെ ഈ സിസ്റ്റത്തിനുള്ളിലുള്ള എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിനാണ് നമ്മൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ അതിൻ്റെ ചാർജും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത പോയിൻ്റ് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി. ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ വെലോസിറ്റിയുമായി ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പോയിൻ്റ് നോക്കാം. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് എന്താ? ദ ചാർജ് ഓൺ എ ബോഡി ഈസ് ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ചാർജ്. സിമ്പിളായി പറയുകയാണെങ്കിൽ ചാർജ് എപ്പോഴും ഒരു പാക്കഡ് ആയിരിക്കും. ചാർജ് പാക്കഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് എപ്പോഴും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കുമെന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ. ഇവിടെ Q എന്ന് പറഞ്ഞാൽ ചാർജാണ്, N എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ്, അതായത് 1, 2, 3 എക്സെട്ര. അതേപോലെ E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിൻ്റെ വാല്യൂ നമുക്കറിയുന്നതാണ് 1.6 ഇൻറ്റു 10⁻⁻⁹. അത് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. നമുക്കിവിടെ Q ഈസ് ഈക്വൽ ടു 6.4 ഇൻറ്റു 10⁻⁻18. അപ്പോൾ നമ്മുടെ അടുത്തുള്ള ഇക്വേഷൻ എന്താണ്? Q ഈസ് ഈക്വൽ ടു N ഇൻറ്റു ഇ. ഇ നമുക്കറിയാം, ഇ ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19. N ഈസ് ഈക്വൽ ടു Q ബൈ ഇ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 6.4 ഇൻറ്റു 10⁻⁻18 ഓൾ ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19. ദാറ്റ് ഈസ് N ഈസ് ഈക്വൽ ടു 14 എന്നൊരു വാല്യൂ കിട്ടും. അപ്പോൾ 40 ഒരു ഇൻറ്റിജറാണ്. അതുകൊണ്ട് തന്നെ ക്യൂവിന് ഇവിടെ 6.4 ഇൻറ്റു 10⁻⁻18 എന്ന വാല്യൂ കൊടുത്താലും ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളിവിടെ ആറ്റത്തിനെ കുറിച്ച് പഠിച്ചു, ആറ്റത്തിൽ നിന്നുണ്ടാകുന്ന ചാർജിനെ കുറിച്ച് പഠിച്ചു, ചാർജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ഇനി എങ്ങനെയാണ് ഒരു വസ്തു, അതായത് ഒരു ചാർജ് ഇല്ലാത്ത വസ്തുവിൽ ചാർജിനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് നോക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്ക് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ആണ്. ഈ മെത്തേഡ്സ് ഓഫ് ചാർജിങ്ങിൽ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് കണ്ടക്ഷൻ, രണ്ടാമത് ഇൻഡക്ഷൻ, മൂന്നാമത്തെ ഫ്രിക്ഷൻ. ഇനി കണ്ടക്ഷൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഒരു വസ്തുവിനെ ചാർജ് ചെയ്യും, അതായത് ഒരു ചാർജ് ഇല്ലാത്തൊരു വസ്തുവിൽ എങ്ങനെയാണ് കണ്ടക്ഷൻ ഉപയോഗിച്ച് ചാർജ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ചാർജിങ് ബൈ കണ്ടക്ഷൻ. എന്താണ് ഇവിടെ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ചാർജിനെ കടത്തിവിടാൻ കഴിയുന്ന ഒരു ഒബ്ജക്റ്റാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാറ്റിക് ചാർജ് ഒരു കണ്ടക്ടറിൽ കടത്തിവിടുകയാണെങ്കിൽ, അതായത് ന്യൂട്രലായിക്കൊണ്ടിരിക്കുന്ന ചാർജൊന്നുമില്ലാത്ത ഒരു കണ്ടക്ടറിനെ നമ്മളൊരു സ്റ്റാറ്റിക് ചാർജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ആ കണ്ടക്ടറിൻ്റെ സർഫസിലോട്ട് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് കണ്ടക്ടറിൻ്റെ ഒരു പ്രത്യേകത. ഇനി എങ്ങനെയാണ് കണ്ടക്ഷൻ ഉപയോഗിച്ച് ചാർജ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ചാർജിങ് ആൻ ഒബ്ജക്റ്റ് ബൈ കോണ്ടാക്ട് വിത്ത് എ ചാർജ്ഡ് ഒബ്ജക്റ്റ്. ഇവിടെ മെയിനായിട്ട് എന്താണ്? ദർ ഇസ് എ ഫിസിക്കൽ കോണ്ടാക്റ്റ്. ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് വേണം. പിന്നെ ചാർജ് ഷെയറിങ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ സൈസ്, ഷേപ്പ്, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ചാർജ് ഷെയർ ചെയ്യുന്നത് അതിൻ്റെ സൈസിന്, അതേപോലെ ഷേപ്പ്,
നാച്ചർ ഓഫ് മെറ്റീരിയൽ എന്നിവയുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി എങ്ങനെയാണ് കണ്ടക്ഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ചാർജ് ഇല്ലാത്തൊരു കണ്ടക്ടറുണ്ട്, അതായത് ന്യൂട്രലായിട്ടുള്ളൊരു കണ്ടക്ടറുണ്ട്. അതേപോലെ ഒരു ചാർജുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതായത് പോസിറ്റീവോ നെഗറ്റീവോ ചാർജുള്ളൊരു ഗ്ലാസ് റോഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ ഈ ചാർജ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൊണ്ടുപോയിട്ട് ഈ ന്യൂട്രലായിട്ടുള്ള കണ്ടക്ടറിൻ്റെ മേലെ വെക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ചാർജ് ഷെയറിങ് നടക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കണ്ടക്ഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അത് ഒന്നുകൂടി ഡീറ്റെയിൽ ആയി പറയുകയാണെങ്കിൽ, ഇവിടെ ഞാനൊരു പേപ്പർ എടുത്തു, ഒരു വൈറ്റ് പേപ്പർ. ഞാനൊരു പെൻസിലിൻ്റെ സഹായത്തോടെ അതിനെ റോൾ ചെയ്തു. പെൻസിൽ ഉപയോഗിച്ച് ജസ്റ്റ് റോൾ ചെയ്യാൻ വേണ്ടിയാണ്. ശേഷം ഞാൻ അതിനെ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് ഹാങ് ചെയ്തിട്ടു. അതിനുശേഷം ഒരു ഗ്ലാസ് റോഡ് എടുത്തിട്ട് അതിനെ ഞാൻ ടച്ച് ചെയ്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഗ്ലാസ് റോഡിലുള്ള പോസിറ്റീവ് ചാർജ് ഈ പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായി നമുക്ക് കാണാം. ശേഷം ഞാൻ ആ ഗ്ലാസ്സിനെ അവിടുന്ന് റിമൂവ് ചെയ്തു. ഗ്ലാസ് റോഡിനെ പേപ്പറിൻ്റെ കോണ്ടാക്റ്റിൽ നിന്നും റിമൂവ് ചെയ്തു. ഇനി വീണ്ടും ഞാൻ ആ ഗ്ലാസ് റോഡ് ഈ പേപ്പറിന് അടുത്തോട്ട് കൊണ്ടുവന്നപ്പോൾ ഈ പേപ്പർ ഗ്ലാസ് റോഡിൽ നിന്നും റിപ്പൽ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ഗ്ലാസ് റോഡും പോസിറ്റീവാണ്, ഈ പേപ്പറിലുള്ള ചാർജും പോസിറ്റീവാണ്. അതുകൊണ്ട് സെയിം ചാർജസ് റിപ്പൽ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്. ഇനി ഞാൻ ആ ഗ്ലാസ് റോഡ് പേപ്പർ സിലിണ്ടറിൻ്റെ അടുത്ത് നിന്ന് മാറ്റിവെച്ചു. അപ്പോൾ പേപ്പർ സിലിണ്ടർ സാധാരണ പൊസിഷനിലോട്ട് വരുന്നതായി നമുക്ക് കാണാം. ഓൾറെഡി പേപ്പർ സിലിണ്ടറിൽ പോസിറ്റീവ് ചാർജുകളുണ്ട്. അതിനുശേഷം ഞാനൊരു എബണൈറ്റ് റോഡ് പേപ്പർ സിലിണ്ടറിന് അടുത്തോട്ട് കൊണ്ടുവന്നു. എബണൈറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ ഗാൽവനൈസ്ഡ് റബ്ബർ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റോഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എബണൈറ്റ് റോഡ് നാം ഈ പേപ്പർ സിലിണ്ടറിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുന്നതായി കാണാം. പേപ്പർ സിലിണ്ടർ എബണൈറ്റ് റോഡിനെ അട്രാക്റ്റ് ചെയ്യുന്നതായി കാണാം. അതായത് ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും കൂടി വന്നപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. കണ്ടക്ഷൻ കാരണം ഗ്ലാസ് റോഡിലുള്ള പോസിറ്റീവ് ചാർജ് പേപ്പർ സിലിണ്ടറിലെത്തുകയും നെഗറ്റീവായ ചാർജുള്ള എബണൈറ്റ് റോഡ് പേപ്പർ സിലിണ്ടറിന് അടുത്ത് കൊണ്ടുവരുമ്പോൾ അട്രാക്റ്റ് ചെയ്യുകയും പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡ് പേപ്പർ സിലിണ്ടറിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ റിപ്പൽ ചെയ്യുന്നതായി നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്ന് നോക്കാം. ചാർജിങ് ബൈ ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് കോണ്ടാക്ട് വിത്ത് എ ചാർജ്ഡ് ഒബ്ജക്റ്റ്. ഇൻഡക്ഷൻ്റെ മെയിൻ പ്രത്യേകത എന്താൽ ദർ ഈസ് നോ ഫിസിക്കൽ കോണ്ടാക്ട്. ഇവിടെ ഫിസിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ഒബ്ജക്റ്റുമായി ചാർജുള്ള ഒബ്ജക്റ്റിനെ കോണ്ടാക്ട് ചെയ്യുന്നില്ല. പിന്നെ ഇൻഡക്ഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റിൽ പോസിറ്റീവ് ചാർജ് വേണമെങ്കിലും കൊടുക്കാം, നെഗറ്റീവ് ചാർജ് വേണമെങ്കിലും കൊടുക്കാം. ഇനി ചാർജിങ് ബൈ ഇൻഡക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ ഒരു മെറ്റൽ സ്ഫിയർ ഉണ്ട്, ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ്ഡ് ഗ്ലാസ് റോഡും ഉണ്ട്. ഈ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന് മുകളിലായിട്ട് ഞാൻ മെറ്റൽ സ്ഫിയർ വെച്ചു. ഈ മെറ്റൽ സ്ഫിയറിൽ ഓൾറെഡി പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസുമുണ്ട്, നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസുമുണ്ട്. ഇനി എൻ്റെ കയ്യിലുള്ള നെഗറ്റീവ് ചാർജ്ഡ് ഗ്ലാസ് റോഡുമായി ഞാൻ ഈ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ, അതിനുമായി കോണ്ടാക്റ്റ് ഇല്ല, ടച്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ പോളറൈസേഷൻ ഓഫ് ചാർജിങ് നടക്കുന്നതായി നമുക്ക് കാണാം. എന്താ സംഭവിച്ചത്? മെറ്റൽ സ്ഫിയറിലുള്ള പോസിറ്റീവ് ചാർജ് ഒരു ഭാഗത്തോട്ട് നീങ്ങുന്നതായി കാണാം. അതായത് നെഗറ്റീവ് ചാർജ്ഡ് ഗ്ലാസ് റോഡ് ഏത് ഭാഗത്താണോ വെച്ചത് ആ ഭാഗത്തോട്ട് മെറ്റൽ സ്ഫിയറിലുള്ള പോസിറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യുന്നതായി നമുക്ക് കാണാം. ഇനി ഞാനൊരു കണ്ടക്റ്റിംഗ് വയർ യൂസ് ചെയ്ത് ഈ മെറ്റൽ സ്ഫിയറിനെ ഗ്രൗണ്ട് ചെയ്തു. അതായത് എർത്തുമായി ഒരു കണക്ഷൻ കൊടുത്തു. എന്താണ് എർത്തിൻ്റെ പ്രത്യേകത? എർത്ത് എന്ന് വെച്ചാൽ ഓഷ്യൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതായത് എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിൽ സ്വീകരിക്കാനും കഴിയും, എത്ര ഇലക്ട്രോൺസിനെ എർത്തിനെ അങ്ങോട്ട് തിരിച്ച് കൊടുക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ മെറ്റൽ സ്ഫിയറിലുള്ള നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺസ് എർത്തിലോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം
ആ ഗ്ലാസ് റോഡ് മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തു നിന്നും ഞാൻ റിമൂവ് ചെയ്തു. ഇപ്പോൾ മെറ്റൽ സ്ഫിയറിൽ പോസിറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. അത് യൂണിഫോമായി ആ മെറ്റൽ സ്ഫിയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായി നമുക്ക് കാണുന്നു. ഇങ്ങനെയാണ് ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വസ്തുവിനെ ചാർജ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ്റെ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു വസ്തുവിനെ പോസിറ്റീവ് ചാർജും കൊടുക്കാൻ കഴിയും, നെഗറ്റീവ് ചാർജും കൊടുക്കാൻ കഴിയും. അടുത്തത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു വസ്തുവിനെ ചാർജ് ചെയ്യുക എന്നതാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റുമായി റബ്ബ് ചെയ്യുമ്പോഴാണ് ഫ്രിക്ഷൻ ഉണ്ടാവുക. ആ മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മളിവിടെ ചാർജിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻസുലേറ്റേഴ്സിലാണ് ഫ്രിക്ഷൻ ഉപയോഗിച്ച് ചാർജിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജിനെ കടത്തിവിടാത്തത്. അതായത് ഇവിടെ വുഡ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, ഗ്ലാസ് റോഡ്, അങ്ങനെ ഏതെങ്കിലും ഒന്ന്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് റോഡും ഒരു സിൽക്ക് ക്ലോത്തുമാണ്. ഇനി എന്താണ് ഇവിടെ നടക്കുന്നത്? ഞാൻ ഈ ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റുമായി റബ്ബ് ചെയ്യുമ്പോൾ ഇവിടെ തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഒരു ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും എന്തുണ്ടാകും? ഇലക്ട്രോൺസ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. അത് കാരണമായി ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യും. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അയണൈസേഷൻ എനർജി ഓഫ് ആറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ രണ്ട് വസ്തുവിൽ ഏത് വസ്തുവിനാണോ അയണൈസേഷൻ എനർജി കുറവ് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇലക്ട്രോൺസിൻ്റെ ജമ്പിങ്.